ശരത് സർ, യെസ് ഷാനിക്ക, ചേട്ടാ. അല്ല, ഇപ്പൊ ഇവിടെ നമുക്ക് 2 കമ്പോസേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കാണ്. നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു സിനിമയിൽ ഒരു BGM, അതിന്റെ ഒരു ഹമ്മിങ്. അത് ആ ഒരു സീൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കമ്പോസ് ചെയ്യുന്ന സമയം അതിനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ എങ്ങനെ ഈ ഹമ്മിങ്ങിന് കൊടുക്കുന്നത്, പാട്ടല്ലാതെ? അതാ സീനിനെ എൻഹാൻസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ, അല്ല ചുമ്മാ എന്ത് സംഭവിച്ചാലും ഇവിടെ ഒരു ഹമ്മിങ് അങ്ങനല്ല. അത് ആ ഒരു സീക്വൻസിന് ആവശ്യമാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടമാനം ഹമ്മിങ്ങുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഷാനിക്ക, ഈ ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പോലെ ചില സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു വോക്കൽ ടച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച് കൊടുക്കുക എന്നുള്ളത്. ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതൊക്കെ ഹ്യൂമൻസ് ഒക്കെ തന്നെ, പക്ഷെ ആ ഒരു വോക്കൽ വരുമ്പോഴായിരിക്കും ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടാവുക. പക്ഷെ എന്ന് വെച്ചാൽ അത് കണ്ടമാനം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു വില പോകും താനും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ട്, തട്ടത്തില് ഈ ആയിഷ ഈ ലെറ്റർ വെച്ചിട്ട് പോകുന്നുണ്ട് ബൈക്കിൽ. അപ്പം അത് മേലെ നിന്ന് നിവിൻ കണ്ടിട്ട് നിവിന്റെ ഒരു അപ്പം അത് ആ പടത്തിൽ തന്നെയുള്ള നമോസ്തുത എന്ന് പറഞ്ഞ പാട്ടിന്റെ വേറൊരു വേരിയേഷനാണ് ആ ഒരു ഹമ്മിങ്. അത് ഇൻസ്ട്രുമെന്റിൽ വായിച്ചാൽ അത് ശരിയാവില്ല. എന്താ സിമൺസിന്റെ വിക്കറ്റ് എടുത്ത ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറയുന്ന ആ സീനിൽ അത് അങ്ങനെ ഒരു ഹമ്മിങ് വേണം എന്ന് തോന്നി. ഒരു ഇൻസ്ട്രുമെന്റിന് ആ ഒരു വോക്കലിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത്രയും ചോദിക്കാൻ കാരണം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു ക്യൂൻ ഓഫ് ഹമ്മിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇത്രയും കുറേ നല്ല കിടിലൻ പടങ്ങൾക്ക് നമുക്ക് ഹമ്മിങ് പാടിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുറെ സൂപ്പർ ഹിറ്റ് സോങ്സും. ഞാൻ പേര് പറയുമ്പോ ചിലപ്പോ നിങ്ങക്ക് മനസ്സിലാവും. നമ്മുടെ സ്വന്തം ലതിക ടീച്ചർ. ഞാൻ വിളിക്കട്ടെ? ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ലതിക ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം ലതിക ടീച്ചർ, ഒരുപാട് സന്തോഷം നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വന്നതിൽ. എവിടെയായിരുന്നു ചേച്ചി? ഇപ്പൊ ഈ അടുത്തൊന്നും കാണുന്നില്ലല്ലോ, എന്താണ്, തിരക്കാണോ? ഇപ്പൊ തിരക്കുണ്ട്. നേരത്തെ ഞാൻ കോളേജ് അധ്യാപികയായിരുന്നു ഒരു 26 വർഷം. ഓക്കെ. ചെമ്പൈ സംഗീത കോളേജ്, സ്വാതിരുന്നാൾ സംഗീത കോളേജ്. ഇപ്പൊ ടീച്ചറെ പാട്ട് പാടും ടീച്ചർ. അപ്പൊ ഈ ഹമ്മിങ്ങിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് ചെയ്ത് തുടങ്ങിയ ഒരു എൻട്രി? അങ്ങനെയൊന്നും ഇല്ല, എൻട്രി അങ്ങനെയൊന്നും ഇല്ല. അന്ന് ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ തന്നെയാണ്. ഓക്കെ. പാട്ടും പാടും, അതൊരു തൊഴിൽ പോലെ ആയി ആ സമയത്ത് എനിക്ക്. ഡെയിലി 9 to 9 സ്റ്റുഡിയോയിൽ. അതായത് ജോൺസൺ മാഷ്, ഗുണസിംഗ് മാഷ്, ഗുണസിംഗ് സാറിന്റെ ആണ് ആദ്യം പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ശ്യാം സാറ്, പിന്നെ ജോൺസൺ മാഷ്, SP വെങ്കടേഷ്, അദ്ദേഹത്തിൻ്റെയും ഇതുപോലെ തെലുങ്ക്, കന്നഡം ഒക്കെ കുറേ ഇതുപോലെ റീ റെക്കോർഡിങ് ഹമ്മിങ്സ് പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ട് എന്നെ വിളിച്ച് പാടിക്കുന്നത്. ഈ ഹമ്മിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയുമോ? ഹമ്മിങ് അതായത് നമ്മൾ തിയേറ്റർ തന്നെയാണ് അവിടെ അന്ന് സ്റ്റുഡിയോ. അവിടെ ആ റീൽസ് ഇട്ടിട്ട് അപ്പോഴും തന്നെ ആയിരിക്കും ജോൺസൺ മാഷൊക്കെ അവിടെ ഇരുന്ന് അപ്പോഴും തന്നെ നോക്കി കമ്പോസ് ചെയ്ത് ഹമ്മിങ് വരുന്ന റീലിൽ പറഞ്ഞു തരും. അത് നോക്കിയിട്ടാ പാടുന്നത്. സിനിമ കണ്ടുകൊണ്ടാണ് പാടുന്നത്. ടീച്ചർ കരഞ്ഞിട്ടുണ്ടോ? അതൊക്കെ കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാരും കണ്ട് കരഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം ഞാനും അമ്മയും ഇത് കണ്ട് അവിടെ ഇരുന്ന് കരയുന്നത് കാണുമ്പോഴാണ് ഡയറക്ടേഴ്സിന് ഒരു സമാധാനമാവുന്നത്. കാരണം സിനിമ ഏറ്റു, ഓക്കെയാണ്, അത് കരഞ്ഞു, ഹിറ്റാണെന്ന്. ഓക്കെ, ഞങ്ങൾക്ക് എന്തായാലും അത് കേൾക്കണം. ചിത്രത്തിലെ ഹമ്മിങ് ആണോ? പാട്ടൊന്നും വേണ്ടേ? പാട്ടും വേണം. ഹമ്മിങ് എന്ന് പറഞ്ഞോണ്ട് എനിക്കത് കേൾക്കാനുള്ളൊരു ആ ഫിലിം കണ്ട പോലെ ചിത്രത്തില്
ഒരു ആ ക്ലൈമാക്സ് ഹമ്മിങ് ഉണ്ട്. എന്താണ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. വല്ലാത്ത സീനാ അത്. അയ്യോ സത്യം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ. സൂപ്പർ സൂപ്പർ. വന്ദനത്തിലേയും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരുമോ പ്ലീസ്? നീ എന്തോ ഹമ്മിങ് പാടിച്ച് കൊല്ലു. അത് മാത്രം, അതും കൂടെ പ്ലീസ്. സൂപ്പർ ടീച്ചർ, അടിപൊളി. ഇനി പാട്ട് എന്തൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പെട്ടില്ലേ? അപ്പൊ നമുക്ക് തോന്നുന്നു ഒരു മെഡ്ലി പോലെ നമുക്ക് ഓരോരോ സോങ്സ് കേൾക്കാൻ തോന്നുന്നു. ഓരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടായിരിക്കും. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയോടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. 39 വർഷം ആയിട്ടുള്ളൂ. ഇനി കിടക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. അതെ, തീർച്ചയായും. താങ്ക് യു ടീച്ചർ. എന്തായാലും ഈ ഒരു പ്രാർത്ഥന പാടിയത് പല സ്കൂളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ടീച്ചറായത് പാടിയത്. ഞാന് ചില ഫംഗ്ഷനൊക്കെ വെച്ച് സ്കൂളിൽ പോകുമ്പോഴും അവിടെ അതായിരിക്കും പ്രാർത്ഥന പാടും. പക്ഷെ അവർക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ പറയണം ഞാൻ പാടി. വളരെ സന്തോഷം ഇവിടെ വന്ന് എനിക്ക് എല്ലാവരും കാണാൻ പറ്റിയതിൽ. അത് പ്രത്യേകിച്ചും നമ്മുടെ മക്കളെന്ന് പറഞ്ഞ എൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അതിന് വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ടീച്ചറിന് നന്ദി. തിരക്കുകളൊക്കെ മാറ്റി വെച്ച് സൂപ്പർ സ്റ്റാറിൽ വന്നതിന് താങ്ക് യു. ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു സ്നേഹ ആദരവുണ്ട്. മൂന്നേരും ടീച്ചർ. ഒരുപാട് നന്ദി. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? ആ ഹമ്മിങ്ങും പാട്ടും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു സ്നേഹാദരവ്. ശരത് സർ. അപ്പൊ ടീച്ചർ താങ്ക് യു സോ മച്ച്. ഇനി സമയം നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. എനിക്ക് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും അടുത്ത് നിന്നൊക്കെ കേൾക്കാൻ പറ്റിയാലും. കാരണം എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം.